നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ പി.വി. അൻവർ ജയിൽ മോചിതനായി. ജയിലിന് പുറത്ത് അൻവറിന് വൻ സ്വീകരണമൊരുക്കി DMK പ്രവർത്തകർ. മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ അൻവറിനെ സ്വീകരിച്ചു. പിണറായി സർക്കാരിനെതിരെ UDF-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറെന്ന് അൻവർ പ്രതികരിച്ചു. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDF-മായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും. ഫോറസ്റ്റ് ഓഫീസുകൾ വ്യഭിചാര കേന്ദ്രങ്ങളെന്നും അൻവർ. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ ഈ പറയുന്ന ഫോറസ്റ്റിന്റെ IBകളിൽ അവരുടെ ഗസ്റ്റ് ഹൗസുകൾ രാത്രി കാലങ്ങൾ തോന്നിവാസത്തിന്റെ കേന്ദ്ര അറിയാം നിങ്ങൾക്ക്. തോന്നിവാസത്തിന്റെ അവിടെ പെണ്ണും പെടക്കോഴിയും ഈ പറയുന്ന വ്യഭിചാരവും കള്ളുകുടിയുമാണ് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് IBകളിൽ നടക്കുന്നത്. നിങ്ങൾക്കാർക്കും അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമോ? ഈ കാട്ടിനുള്ളിലെ സുഖവാസ കേന്ദ്രങ്ങൾ. എന്നിട്ട് ഇന്ത്യയിലെ IFSകാർ വരിക, ഇവിടെയുള്ള IFSകാർ അവർക്ക് പെണ്ണ് കൂട്ടി കൊടുക്കാൻ കുറേ ഉദ്യോഗസ്ഥന്മാർ. ഇങ്ങനെ നിൽക്കുന്ന മലീമസമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഫോറസ്റ്റ് മാറി. പിണറായിക്ക് വല്ലതും അറിയോ ഈ ഫോറസ്റ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത്? ഏതെങ്കിലും ഒരു കാലത്ത് CPM ഈ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അത് ഈ പറയുന്ന പോലെ ഈ എന്താ പറയുക, ആണും പെണ്ണും അല്ലാത്ത ഏതെങ്കിലും ഒരുത്തരെ പിടിച്ചിട്ട് ഒരു ഘടകകക്ഷി ഒരു മന്ത്രിയാക്കും. എന്നിട്ട് ഈ ഫോറസ്റ്റുകാരുടെ തോന്നിവാസത്തിന് ജനങ്ങളെ കൊല്ലാൻ. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, എന്താണെങ്കിലും ശത്രുവിനെ തകർക്കുക എന്നുള്ളത് ആത്യന്തികമായ ലക്ഷ്യം. ഇനിയുള്ള പോരാട്ടം ഒത്തുചേർന്നുകൊണ്ട് തന്നെ, ഒറ്റയാൾ പോരാട്ടമല്ല, ഇനി അങ്ങോട്ട് കൂട്ടുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയുള്ളൊരു പുറത്തേക്ക് വരവായിരുന്നു നാം കണ്ടത്. എത്തരത്തിൽ വ്യാഖ്യാനിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ? സംഗീത, 18 മണിക്കൂർ ജയിൽവാസത്തിന് ശേഷം പുറത്തു വന്ന പി.വി. അൻവർ തൻ്റെ ഒറ്റയാൾ പോരാട്ടം അവസാനിക്കുന്നു, ഇനി UDF-മായി കൂട്ടുചേർന്നുകൊണ്ട് പ്രവർത്തനം നടത്തും എന്നുള്ളതായിരുന്നു ഇന്ന് നടത്തിയിട്ടുള്ള, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത്. അതായത് പി.വി. അൻവർ ഇനി DMK എന്ന സംഘടനയുടെ ഭാഗമായി നടത്തുന്ന സമരങ്ങൾക്ക് പകരം UDF-മായി ചേർന്നുകൊണ്ട് സമരങ്ങളും തുടർ പ്രവർത്തനങ്ങളും നടത്തും എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യം തന്നെ പിന്തുണച്ച UDF നേതാക്കൾക്കും അതോടൊപ്പം തന്നെ അനുകൂലിക്കുന്ന ആളുകൾക്കും നന്ദി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. UDF-ൽ സംബന്ധിച്ചിടത്തോളം നേരത്തെ പി.വി. അൻവറിനോട് രണ്ട് തരത്തിലുള്ള സമീപനം ഉണ്ടായിരുന്നു. ഒന്ന്, അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരണം, അൻവറിനോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം. എന്നാൽ പൂർണ്ണമായും അൻവറിനോട് യോജിക്കാതെ നിന്നിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനെ പോലെയുള്ള ആളുകളുടെ ഒരു നിലപാട്. അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പി.വി. അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതിയോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് പി.വി. അൻവർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ആദ്യ പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് വരും ദിവസങ്ങളിൽ UDF-മായി ചേർന്ന് പ്രവർത്തിക്കും, അതിന് ശ്രമിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. CPM-നെ താഴെയിറക്കാൻ UDF-മായി ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ളതായിരുന്നു പി.വി. അൻവറിൻ്റെ നിലപാട്. ഇനി അതിനുശേഷം അവിടെ നടത്തിയ ജയിലിൽ തനിക്ക് MLA എന്ന നിലയിലുള്ള ഒരു പരിഗണനയും ലഭിച്ചില്ല, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല എന്നുകൂടി അൻവർ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അവിടുത്തെ ഭക്ഷണം
തനിക്ക് തൃപ്തി നൽകുന്നതായിരുന്നില്ല. മറ്റൊന്ന്, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വിഷമുണ്ടോ എന്ന് പോലും സംശയിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു ആക്ഷേപമായി ആണ് പറഞ്ഞത് എന്നാണ് കരുതി വീണ്ടും നമ്മൾ ചോദിച്ചു. അങ്ങനെ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കരുതുന്നത് കൊണ്ട് കൂടിയാണ് അത് കഴിക്കാത്തത് എന്നാണ് PV അൻവർ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോന്നു. കോട്ടയ്ക്കൽ റെസ്റ്റ് ഹൗസിലാണ് പിന്നീട് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. അവിടെ വനം വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങളാണ് മന്ത്രി PV അൻവർ MLA നടത്തിയിട്ടുള്ളത്. ഒന്ന്, ഫോറസ്റ്റ് ഓഫീസുകൾ വ്യഭിചാര കേന്ദ്രങ്ങളായി മാറുന്നു, അതിലെ ഉദ്യോഗസ്ഥർ അവർക്ക് മുതിർന്ന ഉദ്യോഗസ്ഥർക്കായി കൂട്ടിക്കൊടുപ്പുകാരായി മാറുന്നു എന്ന് തുടങ്ങിയ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്നിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോട്ടയ്ക്കലിൽ നിന്നും നിലമ്പൂരിലേക്ക് ഇവരുടെ പ്രവർത്തകർ ആദ്യം തീരുമാനിച്ചിരുന്നത് തുറന്ന ജീപ്പിൽ സ്വീകരണവുമായി പോകാം എന്നുള്ളതായിരുന്നു. എന്തായാലും അത് ഏറെക്കുറെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടുണ്ട്. ജയിലിൽ നിന്നും സ്വീകരിച്ച ആളുകൾ മാത്രമാണ് പിന്നീട് കോട്ടയ്ക്കലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു PV അൻവറിനെ കാത്ത് ഈ റെസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടി ആവണം ഈ തുറന്ന ജീപ്പിലുള്ള സ്വീകരണ പരിപാടി ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ തന്നെ നിലമ്പൂരിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ വരും ദിവസങ്ങളിൽ അൻവർ എന്തായാലും UDF-ഉമായി കൂടുതൽ ചർച്ചകളെല്ലാം തന്നെ നടത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം LDF-ൽ നിന്ന് പൂർണ്ണമായി വിട്ടതിന് ശേഷം മുഖ്യമന്ത്രിയെയും മറ്റും ശത്രുപക്ഷത്ത് നിർത്തിയതിന് ശേഷവും UDF-ൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ UDF-ലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം അതിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഒന്നോ രണ്ടോ നേതാക്കൾ PV അൻവറിന് അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിൽ പോലും അങ്ങനെ ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ UDF-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നെല്ലാം അൻവറിന് ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു വിഷയാധിഷ്ഠിത പിന്തുണ, അതായത് ഈ വിഷയത്തിൽ മാത്രമുള്ള ഒരു പിന്തുണയാണോ എന്നുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇന്ന് അൻവറിനെ പിന്തുണച്ച നേതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ള ഒന്ന് VT ബൽറാമാണ്. VT ബൽറാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്, ഒന്ന്, PV അൻവർ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചതും അതോടൊപ്പം തന്നെ VD സതീശിനെതിരെ നടത്തിയ അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ തിരുത്താൻ തയ്യാറാകണം. എന്നാൽ ഇപ്പോൾ PV അൻവറിനെതിരെ സ്വീകരിച്ചിട്ടുള്ള ഈ അറസ്റ്റ് നടപടി അത് പ്രതിഷേധാർഹമാണ്, അതിന് പിന്തുണയുണ്ട് എന്നുള്ളതാണ്. അത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ VT ബൽറാം പറയാതെ പറയുന്നുണ്ട്. അത് നേരത്തെ തന്നെ PV അൻവറിനോട് യോജിക്കാത്ത കോൺഗ്രസ്സുകാരുടെ ഒരു നിലപാട് കൂടിയാണ്. PV അൻവർ നേരത്തെ VD സതീശനോടെല്ലാം തന്നെ നിയമസഭയ്ക്കകത്ത് തന്നെയാണ് വലിയ തോതിലുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുകയും അത് ഒരിക്കൽ പോലും തിരുത്താൻ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. ഇന്ന് നമ്മൾ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും നമ്മൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം ആരോപണങ്ങൾ പിൻവലിക്കാൻ അല്ലെങ്കിൽ തിരുത്താൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അത് ഞാൻ കണ്ടിട്ടില്ല, അതായത് VT ബൽറാമിൻ്റെ പ്രതികരണം കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു PV അൻവറിൻ്റെ മറുപടി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-നകത്ത് ഇപ്പോൾ PV അൻവറിനെ കൂടി UDF-ൻ്റെ ഭാഗമാക്കി മാറ്റണം എന്നൊരു ആവശ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായത്തിന് UDF-നകത്ത് തന്നെ ഒരു പിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അൻവറിനുണ്ട്. അതെന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ അതിനകത്തൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ അറസ്റ്റ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു മുന്നണി പ്രവേശനത്തിനുള്ള അവസരമായി മാറാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അത് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതെല്ലാം UDF-ൻ്റെയും മറ്റും നിലപാടിന് അനുസരിച്ചായിരിക്കും ഉണ്ടാകുക. ശരി പ്രസാദ്, അത് തന്നെയാണ് വരും ദിവസങ്ങളിൽ ഇനി കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നതും. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.